6 കിലോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കൊടിമരം അത് 3 മാസത്തിനുള്ളിൽ ക്ലാവ് പിടിക്കുന്നു, കറക്കുന്നു. എന്താണ് ഇതിന് കാരണമായത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമൊക്കെ നടന്നിരുന്നല്ലോ. ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടന്നിട്ട് അതെങ്ങും എത്താതെ പോവുകയും ചെയ്തു. ക്രിസ്റ്റിന, തീർച്ചയായും 2013 ഈ ശാസ്താംകോട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരം വേണമെന്ന് ഭക്തർക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. തുടർന്ന് ഭക്തജനങ്ങൾ പണം പിരിച്ച് ദേവസ്വം ബോർഡിൽ നൽകുകയും ദേവസ്വം ബോർഡ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് 6 കിലോ സ്വർണം വാങ്ങി ഇത്തരത്തിൽ സ്വർണ്ണ പറകൾ നിർമ്മിച്ച് സ്വർണ്ണ കൊടിമരം നിർമ്മിക്കാനായിരുന്നു തീരുമാനമെടുത്തത്. പക്ഷേ സ്വർണ്ണ കൊടിമരം നിർമ്മിച്ച് 2 മാസം പിന്നിട്ട് 3-ാം മാസമായപ്പോഴേക്കും ഇത് കറുത്തു തുടങ്ങി. ഇതേ തുടർന്ന് പരാതിയുമായി ഭക്തർ ദേവസ്വം ബോർഡിനെ സമീപിച്ചു. ഒടുവിൽ പരാതി അന്വേഷിച്ച ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പ്രൈമറി തന്നെ ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ലോക്കൽ പോലീസ് ഈ കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു. പിന്നീട് ദേവസ്വം വിജിലൻസ് ഈ കേസ് അന്വേഷിച്ച ദേവസ്വം വിജിലൻസും ഇക്കാര്യത്തിൽ ഗുരുതരമായ ഒരു തെറ്റ് ഇക്കാര്യത്തിൽ അഴിമതിയായി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഇത് സ്റ്റേറ്റ് വിജിലൻസിന് കൈമാറി. പക്ഷേ സ്റ്റേറ്റ് വിജിലൻസ് ഇക്കാര്യത്തിൽ സ്വർണ്ണമുണ്ട്, പക്ഷേ അക്കാര്യത്തിൽ അഴിമതി നടന്നോ എന്ന കാര്യം സ്റ്റേറ്റ് വിജിലൻസ് പരിശോധിച്ചില്ല. ഇപ്പോൾ ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് ഇപ്പോൾ 10 വർഷം പിന്നിടുമ്പോഴും അന്നത്തെ 6 കിലോ, അതായത് ഇന്നത്തെ വിപണി മൂല്യം 8 കോടി രൂപ വില വരുന്നതാണ്. ആ സ്വർണം എവിടെ പോയി? ഇന്ന് ആ സ്വർണം ചാരുമൂട്ടിലെ ഒരു സ്റ്റോർ റൂമിൽ ദേവസ്വത്തിന്റെ സ്റ്റോർ റൂമിൽ ഇരിക്കുകയാണ്. ഈ സ്വർണം ഒരുക്കാൻ ദേവസ്വം ബോർഡ് ജീവനക്കാരോട് ഈ ക്ഷേത്ര ഉപദേശക സമിതി ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വിചിത്രം. ഇന്ന് ആ സ്വർണം ഒരുക്കിയാൽ 1 കിലോ അല്ലെങ്കിൽ 2 കിലോയിൽ താഴെ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക. അതായത് 4 കിലോ സ്വർണം എവിടേക്ക് പോയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ഇത് ഉരുക്കാൻ ദേവസ്വം ബോർഡ് സമ്മതിക്കുന്നുമില്ല. എന്താ ഉരുക്കിപ്പോയാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് മൂല്യം കുറഞ്ഞാൽ 6 കിലോയിൽ താഴെയാണ് ഇത് കുറഞ്ഞാൽ സ്വാഭാവികമായി ഇതിന് മറുപടി ദേവസ്വം ഉദ്യോഗസ്ഥർ നൽകേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് നാട്ടുകാർ. കാരണം 10 വർഷമായി തങ്ങൾ പണം പിരിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ടുണ്ടാക്കിയ സ്വർണ്ണ കൊടിമരം അത് ചെമ്പായി ഇപ്പോഴും നിൽക്കുകയാണ്. ഉള്ള കൊടിമരം ഇപ്പോൾ മാറ്റേണ്ട അവസ്ഥ വന്നു. അങ്ങനെ നിരവധിയായ രീതിയിൽ പ്രശ്നങ്ങളായി അവിടെ നാട്ടുകാരടക്കം വലിയ പ്രക്ഷോഭത്തിലാണ്. ഈ വിഷയം നമ്മളിപ്പോൾ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം, അന്ന് ഈ ദേവസ്വം ബോർഡിന് സ്വർണം ഹാൻഡ് ഓവർ ചെയ്ത ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നിരുന്നു. അത് ശബരിമലയിലെ ഇപ്പോഴത്തെ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പേരുകളിൽ അവരുടെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ദേവസ്വം ബോർഡിൽ ഈ ഇത്തരത്തിൽ സ്വർണം ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അതായത് ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ സ്വർണം ദേവസ്വം ബോർഡിന് കൈമാറ്റം ചെയ്യുന്നതിൽ ചില ഇടനിലക്കാർ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം വിജിലൻസോ അന്ന് സ്റ്റേറ്റ് വിജിലൻസോ ഇത് അന്വേഷിക്കാതെ പോയി. എവിടെയാണ് ഈ സ്വർണത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടത്? സ്വർണം ഒരിക്കലും കറക്കില്ല എന്ന് പലതവണ റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം മാത്രം കറുത്തു എന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ ക്രൈംബ്രാഞ്ചിന് പോലും കഴിഞ്ഞിട്ടില്ല. അരുണ, ഇപ്പൊ ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടെന്ന് പറയുന്നു. ഈ പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് ഇതിൽ കൂടുതൽ അന്വേഷണം വേണം. ഇത് ഏത് രീതിയിലാണ് ഇവരിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഒരു വശത്ത് നിൽക്കുന്നു. ഇടനിലക്കാരാണോ ഇതിൽ പ്രശ്നം? അവരന്ന് നൽകിയിരുന്ന സ്വർണം കൃത്യമായി അത് സ്വർണം തന്നെ ആയിരുന്നോ? അതിൽ കൂടുതൽ മറ്റ് ഏതെങ്കിലും ലോഹം ചേർന്നിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഇത് 2013 നടന്ന സംഭവമാണ്. ഇപ്പോഴും ആ സ്വർണം സ്റ്റോർ റൂമിൽ ഇരിക്കുകയുമാണ്. അപ്പോൾ ഏത് തരത്തിൽ പ്രതിഷേധങ്ങൾക്കപ്പുറമായി നിയമ നടപടികളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട സ്വദേശിയായ മണികണ്ഠനാണ് ആദ്യഘട്ടത്തിൽ ഈ പരാതിയുമായി രംഗത്ത് വരുന്നത്. പരാതി ഒടുവിൽ ഹൈക്കോടതി വരെ എത്തിയതാണ്. പക്ഷേ ഈ ഹൈക്കോടതി വരെ എത്തിയ പരാതിയിൽ എല്ലാ ഘട്ടത്തിലും ഒരു കാര്യം മാത്രമാണ് അന്വേഷിച്ചത്. ഈ സ്വർണം ഇക്കാര്യത്തിൽ ഉണ്ടോ, ഇതിൽ സ്വർണം ഉണ്ടായിരുന്നോ എന്നുള്ളത് മാത്രമാണ് പരിശോധിച്ചത്. അതിനപ്പുറം ഇതിൽ സ്വർണത്തിന്റെ പ്യൂരിറ്റി എത്രയാണ്, എത്ര കിലോ സ്വർണം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നീ കാര്യങ്ങളിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ക്രൈംബ്രാഞ്ചോ ഒന്നും തന്നെ തയ്യാറായില്ല. ഇതിൽ ഏറ്റവും പ്രധാനം, ക്രിസ്റ്റീന, 6 കിലോ സ്വർണ്ണമാണ് ഈ സ്വർണ്ണ കൊടിമരത്തിനായി ഉപയോഗിച്ചത്. പക്ഷേ നിർമ്മിച്ചു വന്നപ്പോൾ അതിൽ 5 കിലോയും 200 ഗ്രാമും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ ഈ ബാക്കി സ്വർണം എവിടെയെന്ന് തിരക്കിപ്പോയപ്പോൾ അത് ദേവസ്വത്തിന്റെ ഓഫീസിൽ ഇത് സൂക്ഷിച്ചിരിക്കുകയാണെന്ന് കണ്ടെത്തി. ഒടുവിൽ 5 കിലോയുടെ സ്വർണ്ണമാണ് 2 മാസം കൊണ്ട് കറുത്തത്. സ്വർണം ഒരിക്കലും കറുക്കില്ല എന്ന് ഈ പണിഞ്ഞവരും അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവരും എല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊടിമരം മാത്രം കറുത്തത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല. അവിടെയാണ് ഈ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ദേവസ്വം ബോർഡ് സ്വർണം വാങ്ങിയതിലുള്ള ക്രമക്കേട്, അതുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരുടെ സാന്നിധ്യം അടക്കമുള്ള വിഷയങ്ങളിൽ ചില സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. ശബരിമല വിഷയം വന്ന ഘട്ടത്തിലാണ് അത്തരം സംശയങ്ങൾ, അത് ചില പേരുകൾ പോലും ആൾക്കാർക്ക്, ഇപ്പോൾ അവിടുത്തെ ഭക്തർക്ക് വലിയ സംശയമായി തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ക്ഷേത്ര ഉപദേശക സമിതി അടക്കം ഇക്കാര്യത്തിൽ ഈ നിലവിലുള്ള സ്വർണ്ണത്തിൽ പരിശോധന നടത്തണം. എത്ര കിലോ സ്വർണ്ണമാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ടത്, അത് കൃത്യമായി അറിയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴും അതിന്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് മൗനം പാലിക്കുകയാണ്. ആ കേസ് എവിടെയെന്ന് ചോദിച്ചാൽ പോലും ദേവസ്വം ബോർഡിന് കൃത്യമായ ഉത്തരവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.